ഏറെ പ്രിയപ്പെട്ട ഡോക്ടർ സമദാനി MP, ശ്രീ ആക്കാർ പട്ടേൽ, ശ്രീ സുബൈർ, ഫൈസൽ അടക്കം, ശ്രീ ബഷീർ, ഹമീദ് മാസ്റ്റർ അടക്കം വേദിയിലുള്ള പ്രമുഖരെ, ഏറെ പ്രിയപ്പെട്ട ഈ സെഷന് വേണ്ടി കഴിഞ്ഞ 2 ദിവസമായി ഇവിടെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, ആദ്യമേ തന്നെ ശ്രീ സമദാനിയും അതോടൊപ്പം ശ്രീ ആക്കാർ പട്ടേലും ഒക്കെ സംസാരിച്ച ഒരു വേദിയിൽ പിന്നീട് സംസാരിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ്. കാരണം ഞാനൊക്കെ സമദാനി സാഹിബിൻ്റെ സ്പീച്ചൊക്കെ യൂട്യൂബിൽ കേട്ട് ഉറങ്ങുന്ന ഒരാളാണ്. ആ ഒരു ഒറേറ്ററി സ്റ്റൈലും അതോടൊപ്പം തന്നെ ആ ഒരു ഗാംഭീര്യവും കാര്യങ്ങൾ ഇമ്പാക്റ്റ്ഫുള്ളായി പറയുന്നതൊക്കെ കേട്ട് പഠിച്ച് അതുപോലെ അതിനൊരു 10% പറയാൻ കഴിയണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ. അതേപോലെ ശ്രീ ആക്കാർ പട്ടേലിനെ കഴിഞ്ഞൊരു 10-20 വർഷമായിട്ട് ഞാൻ ബോംബെയിലുള്ള സമയത്തുമൊക്കെ വളരെ ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. കാരണം സോഷ്യൽ മീഡിയയിലാണെങ്കിലും ട്വിറ്ററിലാണെങ്കിലും പ്രധാനപ്പെട്ട പത്രങ്ങളിലാണെങ്കിലും ഹിന്ദുസ്ഥാൻ ടൈംസ് ആണെങ്കിലും ഒക്കെ ഒരു BJPക്കെതിരെയുള്ള കാര്യങ്ങൾ ഫാക്ച്വലായി പറയുവാൻ പരിശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ, മോദി വർഷത്തെ കണക്കുകൾ കൃത്യമായി തന്നെ BJPയുടെ പല ക്യാപ്സുകളെയും ഒക്കെ എക്സ്പോസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള 2 ലൂമിനറീസിനോടൊപ്പം ഈ വേദി പങ്കിടുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ശ്രീ CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ അനുസ്മരണത്തിൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള നമ്മുടെ ഈ ചെയർ ഫോർ സ്റ്റഡീസ് ഓൺ ഡെവലപ്പിംഗ് സൊസൈറ്റീസ്, എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ളത് നിങ്ങളിവിടെ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ പരിശ്രമങ്ങളുടെ ഫലമുണ്ടാകുന്നത് ഒരല്പം ദൂരത്ത് നിന്ന് കാണുന്ന ഒരാളാണ് ഞാൻ. നിങ്ങളൊരു പക്ഷേ ഇവിടെയുള്ള ആൾക്കാരായതുകൊണ്ടും ഈ ഒരു സമൂഹത്തിനകത്ത് നിൽക്കുന്നത് കൊണ്ടും അറിയുന്നതിനേക്കാൾ കൂടുതൽ ഒരു ഔട്ട്സൈഡർ പേഴ്സ്പെക്റ്റീവിൽ ഇതിൻ്റെ പോസിറ്റീവ് ഫ്രൂട്ട്സ് ഓഫ് യുവർ ലേബർ തൊട്ടറിയുന്ന ഒരാളാണ് ഞാൻ. ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി, മാറ്റത്തിന് വേണ്ടി, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, സാമൂഹിക മാറ്റത്തിന് വേണ്ടി നിന്ന ഒരാളാണ് ശ്രീ CH മുഹമ്മദ് കോയ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളുടെ ഒരു പുതിയ വേവ്, ഒരു സെക്കൻഡ് വേവ് ഇന്ന് കേരളത്തിൽ നടക്കുകയാണ്. അത് ഞാൻ വെളിയിൽ നിന്ന് ശ്രദ്ധിക്കുന്നത് പറയുമ്പോൾ ഞാൻ താമസിക്കുന്നത് തിരുവനന്തപുരത്താണ്. എൻ്റെ വീട്ടിൽ എല്ലാ പത്രങ്ങളും വരുത്തുന്ന ഒരാളാണ്. ഒരു എൻട്രൻസ് റിസൾട്ട് വരുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് പേജ് കാണുമ്പോൾ, അതിലെ മുഖങ്ങൾ കാണുമ്പോൾ, പേരുകൾ കാണുമ്പോൾ, അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളുടെ നാട് കാണുമ്പോൾ ശ്രീ CH മുഹമ്മദ് കോയയും നിങ്ങളും നമ്മളെല്ലാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വിജയിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടെ കാണുന്ന ഒരാളാണ് ഞാൻ. അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള IAS കോച്ചിങ് സെൻ്ററുകളിൽ പോകുമ്പോൾ അവിടെ പഠിക്കുന്ന കുട്ടികളോട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരൊക്കെ വൈകുന്നേരം ചായ കുടിക്കാൻ വരുന്ന വെള്ളയമ്പലത്തോ കുറവക്കോണത്തോ പോകുമ്പോൾ ആ കുട്ടികളുടെ കണ്ണിലെ ആ ഒരു സ്പാർക്ക് കാണുമ്പോൾ, പ്രത്യേകിച്ച് ആ പെൺകുട്ടികളുടെ കണ്ണിലെ സ്പാർക്ക് കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തുടങ്ങി വെച്ചത് ഒരു വലിയ മാറ്റമായി കേരളത്തിൽ ഉണ്ടാവുകയാണെന്നുള്ളത് വളരെ ആത്മാർത്ഥതയായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പല ആളുകളോട് സംസാരിക്കുമ്പോൾ, പല വിഷയങ്ങളിലും, പല സമൂഹങ്ങളോടും, ഇപ്പോൾ ഞാൻ മുസ്ലിം ലീഗോട് സംസാരിക്കുന്നത് പോലെ തന്നെ മറ്റ് സംഘടനകളുമായി, ഹൈന്ദവ സംഘടന അടക്കം സംസാരിക്കുമ്പോൾ, ക്രിസ്ത്യൻ സംഘടനകളൊക്കെ സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു മാറ്റം. അംബേദ്കർ പറഞ്ഞതുപോലെ തന്നെ വിദ്യാഭ്യാസത്തെ ഒരു ആയുധമായി കണ്ടെടുത്ത് മുന്നോട്ട് പോകുവാൻ നടത്തുന്ന പരിശ്രമങ്ങൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആദ്യമേ തന്നെ ഈ വേദിയിൽ വെച്ച് ഞാൻ ആശംസിക്കുകയാണ്. അതുതന്നെയാണ് നമുക്ക് ഭാവിയിലേക്കുള്ള ഏറ്റവും വലിയ ആയുധവും ഇന്ധനവും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ ഒരു ടോപ്പിക്കിൻ്റെ, സെമിനാറിൻ്റെ ടോപ്പിക്ക് തന്നെ റീഅഫേമിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോമിസ്, ഈക്വൽ സിറ്റിസൺഷിപ്പ് ആൻഡ് ഷെയർഡ് ഹ്യൂമാനിറ്റി എന്നാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളുമായി നമ്മുടെ നാട്ടിൽ നടക്കുന്ന ധ്വംസനങ്ങളെക്കുറിച്ച്, ഗാസയെക്കുറിച്ച്, കുട്ടികളുടെ കണ്ണുനീർ പോലും, ഭക്ഷണമില്ലാതെ വേദനിക്കുന്ന കുട്ടികളുടെ ആ ഒരവസ്ഥ കണ്ട് കണ്ഠമിടറുന്ന ഞാൻ എങ്ങനെ ഭക്ഷണം കഴിക്കുമെന്ന് ലീലാവതി ടീച്ചർ പറയുമ്പോൾ അതിനെപ്പോലും വലിയ രീതിയിൽ സൈബർ അറ്റാക്ക് നടത്തുന്നത്, ആ സൈബർ അറ്റാക്ക് നടത്തുന്നതിനേക്കാൾ കൂടുതൽ അതിനെ നിശബ്ദമായി ന്യായീകരിക്കുന്ന കാര്യത്തിലാണ് എനിക്കൊരു ആമർശമുള്ളത്. ഞാൻ പല ആളുകളോട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അറ്റാക്ക് ചെയ്യുന്ന ആളുകൾ അന്ധഭക്തന്മാരായിരിക്കും. പക്ഷേ ആ അന്ധഭക്തന്മാരെക്കാളും കേരളം പോലൊരു സിവിലൈസ് സൊസൈറ്റി ഭയക്കേണ്ടത് ആ അന്ധഭക്തന്മാരെ ന്യായീകരിക്കുന്ന വിദ്യാഭ്യാസമുള്ള എന്നെയും നിങ്ങളെയും പോലത്തെ ഭക്തന്മാരെയാണ്. അവരിലാണ് ആ മാറ്റം ഉണ്ടാകേണ്ടത്. ആ മാറ്റം ഉണ്ടാക്കാനുള്ള പ്രക്രിയ വളരെ ശക്തമായി തന്നെ ഇത്തരത്തിലുള്ള ചർച്ചകളിലൂടെ, ഇടപെടലുകളിലൂടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഞാൻ സാന്ദർഭികമായി ശ്രീ ആക്കാർ പട്ടേൽ സംസാരിച്ചതും സമദാനി സാഹിബ് സംസാരിച്ചതിന് തുടർച്ചയായി ഞാൻ ഇന്നലെ കണ്ടൊരു സിനിമയുടെ കാര്യം പറയാം. ഹോം ബൗണ്ട് എന്ന് പറഞ്ഞ ഇത്തവണ ഓസ്കർ നോമിനേഷൻ കിട്ടിയിരിക്കുന്ന നീരജ് ഗേവാൻ്റെ സിനിമയാണ്. ഞാൻ ആ പടം കാണാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ മസാൻ എന്നൊരു പടം ഉണ്ടായിരുന്നു. 2015 റിലീസ് ചെയ്ത പടമാണ്. അതിനുശേഷം 11 വർഷത്തിന് ശേഷമാണ് അദ്ദേഹം എടുത്തിരിക്കുന്ന 2ാമത്തെ പടമാണ് ഹോം ബൗണ്ട്.
അപ്പോൾ ഞാൻ ഈ തിരക്കിനിടയ്ക്കും ഞാൻ ഇന്നലെ അല്ലേ മിനിഞ്ഞാന്ന് ഒരു പ്രോഗ്രാം കഴിഞ്ഞ് ഒറ്റ ഷോയെ തിരുവനന്തപുരത്തുള്ളായിരുന്നു. ഒന്ന് കണ്ടിട്ട് തിരികെ വന്നാണ് ഞാൻ അടുത്ത പ്രോഗ്രാമിന് പോയത്. അത് 2 വിദ്യാർത്ഥികളുടെ കഥയാണ് പറയുന്നത്. മധ്യപ്രദേശിലെ ഒരു ഗ്രാമത്തിൽ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള 2 വിദ്യാർത്ഥികൾ, 2 പേരും എങ്ങനെയെങ്കിലും ഒരു റെയിൽവേ ക്ലർക്കിൻ്റെ ജോലി അല്ലെങ്കിൽ റെയിൽവേ സ്റ്റാഫിൻ്റെ ജോലി നേടി രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ച് ഒരുമിച്ച് കഷ്ടപ്പെട്ട് പഠിക്കുന്ന ഒരു ദളിത് യുവാവിൻ്റെയും ഒരു മുസ്ലിം യുവാവിൻ്റെയും, 2 മതമാണെങ്കിലും 2 ജാതിയാണെങ്കിലും ഒരുമിച്ച് ഒരു കുടുംബം പോലെ കഴിയുന്ന അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷയങ്ങളാണ് നമ്മുടെ ഈ കോവിഡിൻ്റെയൊക്കെ ഒരു സമയത്ത് കൊണ്ട് എത്തിച്ചുള്ള വളരെ ഹൃദയഭേദകമായിട്ടൊരു സിനിമയാണ്. ആ ചിത്രത്തിലെ ഒരു രംഗമുണ്ട്. അവർ 2 പേരും പഠിച്ച് കഷ്ടപ്പെടുന്നു. എളുപ്പത്തിൽ എക്സാം എഴുതി കിട്ടാമെന്ന് വിചാരിക്കുമ്പോൾ 30 ലക്ഷം ആളുകളാണ് റെയിൽവേ പരീക്ഷ എഴുതുന്നത്. അവർ കിട്ടുന്നില്ല, ഒരാളുടെ പേപ്പർ നഷ്ടപ്പെടുന്നു. അപ്പോൾ അതിൽ വളരെ വിഷമിച്ചുകൊണ്ട് അവർ നാട്ടിലടുത്ത് ജോലി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അവിടെയുള്ള അതിനകത്തുള്ള ആ മുസ്ലിം യുവാവ് നഗരത്തിലുള്ള ഒരു കടയിൽ ഒരു ഓഫീസിൽ ഒരു 10-30 ആൾക്കാർ ജോലി ചെയ്യുന്ന ഒരു ഓഫീസിൽ അവിടുത്തെ ഒരു ഹെൽപ്പറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഹെൽപ്പറായി നിൽക്കുമ്പോൾ അവൻ വെള്ളം കൊണ്ടുവരുമ്പോൾ, നമ്മുടെ ഓഫീസിലേക്കൊരു ബോയ് വന്ന് വെള്ളം കൊണ്ടുവരുമ്പോൾ നമ്മളെല്ലാം ആ ബോട്ടിലെടുത്ത് വെക്കും. അപ്പോൾ അവിടുത്തെ ഒരാൾ അവൻ ആ വെള്ളം കൊണ്ടുവരുമ്പോൾ അവനോട് പേര് ചോദിക്കും. ഇതിനവൻ പറയുന്ന മറുപടി, നീ നാളെ തൊട്ട് എനിക്ക് വെള്ളം നീ കൊണ്ടുവരണ്ടെന്ന് പറയും. ഇതിനവൻ പെട്ടെന്ന് പറയുന്ന ന്യായീകരണം, നമ്മളെല്ലാം തന്നെ ചെയ്യുന്നതാണല്ലോ നമുക്ക് നല്ലത്, അതുകൊണ്ട് നാളെ തൊട്ട് നീ എനിക്ക് വെള്ളം കൊണ്ടുവരണ്ടെന്ന് പറയും. അതുപോലെ തന്നെ ചിത്രത്തിലെ ആ ഒരു ദളിത് യുവാവ് നമ്മുടെ ഒരു അവകാശമാണ് റിസർവേഷൻ എന്ന് ഉള്ള കാര്യത്തിൽ വിശ്വസിക്കാതെ തൻ്റെ ആപ്ലിക്കേഷൻ ലിസ്റ്റിൽ താൻ SC കോളം ടിക്ക് ചെയ്യാതെ ജനറൽ കോളത്തിൽ നിന്ന് തന്നെ ഞാൻ കയറി വരുമെന്നുള്ള ഒരു അനാവശ്യ ശാഠ്യം പിടിക്കുന്ന ഒരു യുവാവിൻ്റെ കഥയാണ്. ഞാനത് പറഞ്ഞു വന്നത്, നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളുമൊക്കെ അത് ഇന്നും വളരെ ലൈവായി വളരെ ഭീവത്സമായിട്ടുള്ള രൂപത്തിൽ ഈ പറയുന്ന പോലെ മൈനോറിറ്റീസിനുള്ള അറ്റാക്കും അല്ലെങ്കിൽ നമ്മൾ ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടക്കുമ്പോൾ അതിനേക്കാൾ ശക്തമായി നിശബ്ദമായി നമ്മുടെ ഇടങ്ങളിൽ നടക്കുന്നുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിക്കുന്നത് ഒരുപക്ഷെ നമ്മളാരും ശ്രദ്ധിക്കാത്ത, പത്രത്തിൽ വരാത്ത, വാർത്തകൾ വരാത്ത ഈ നിശബ്ദമായിട്ടുള്ള തെറ്റുകളാണ്. ആ നിശബ്ദമായിട്ടുള്ള തെറ്റുകളെ തന്നെയാണ് സമൂഹം ഏറ്റവും കൂടുതൽ എതിർക്കേണ്ടത്. നമ്മുടെ ഭരണഘടന നമുക്ക് സുരക്ഷിതത്വം നൽകുന്നതും അത്തരത്തിലുള്ള ഈ നിശബ്ദമായിട്ടുള്ള തെറ്റുകളിൽ നിന്ന് നമ്മളെ മാറ്റുവാനുമാണ്. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ ഭരണഘടനയിലുണ്ട്. നിങ്ങൾ ഭരണഘടനയുടെ ഒരു സൗന്ദര്യം മനസ്സിലാക്കണമെങ്കിൽ, ഇന്ത്യയിൽ പട്ടിണിപ്പാവങ്ങൾ മാത്രമുള്ള സമയത്ത്, വിവിധ മതങ്ങളുള്ള സമയത്ത് എഴുതപ്പെട്ട ഒരു ഭരണഘടന, ആ ഭരണഘടന എടുത്തിരിക്കുന്ന ചില നിലപാടുകളുണ്ട്, ചില സ്റ്റാൻഡുകളുണ്ട്. ഇവിടെ 10,000-കണക്കിന് ദൈവങ്ങളുള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ സെക്യുലറിസം എന്ന് വെച്ചാൽ എല്ലാ മതങ്ങളെയും ഒരുമിച്ച് പുണർന്ന് നിർത്തുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട സ്റ്റാൻഡ് നമ്മുടെ ഭരണഘടന എടുത്തു. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 70% ആളുകൾക്ക് വിദ്യാഭ്യാസം ഇല്ലാത്ത സമയത്ത് എല്ലാവർക്കും വോട്ടവകാശം നൽകിയ ഒരു ഭരണഘടനയാണ്. അതൊരു സ്റ്റാൻഡാണ്, ഒരു പ്രതീക്ഷയാണ്. അത്തരത്തിലുള്ള ശക്തമായിട്ടുള്ള നിലപാടുകൾ നമ്മുടെ ഭരണഘടന എടുത്തതും നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയ ആളുകളും എടുത്തതിൻ്റെ കാരണം ഭാവിയിൽ നമ്മുടെ സമൂഹം മുന്നോട്ട് പോകുമ്പോൾ ശരിയാകുമെന്നുള്ളതാണ്. ഭരണഘടന എഴുതിയ ആളുകളുടെ വിശ്വാസം പിന്നീട് വരുന്ന ഭരണാധികാരികൾ ഈ ഭരണഘടനയെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കില്ല എന്നുള്ള ഒരു വിശ്വാസമുണ്ടായിരുന്നു. ആ വിശ്വാസമാണ് 2014 ശേഷം ഹനിക്കപ്പെട്ടത്. ഞാനിവിടെ ഫൈസലിനോട് സംസാരിച്ചപ്പോൾ ഇന്നലെയുള്ള ചർച്ചകളുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ടൊരു തീമായി വന്ന കാര്യം തന്നെയാണ് എൻ്റെ മനസ്സിലും ഞാൻ ആലോചിച്ചപ്പോൾ ഇത് വന്നത്. 2 തരത്തിലുള്ള അറ്റാക്കാണ് മോദി സർക്കാരും BJP ഡിസ്പെൻസേഷനും നമുക്കെതിരെ ചെയ്യുന്നത്. ഒന്ന്, സെക്യുലറിസത്തിലേക്കുള്ള ശക്തമായിട്ടുള്ള ഒരു അറ്റാക്ക്, നമ്മുടെ ഒരു സെക്യുലർ ഫാബ്രിക്കിലേക്കുള്ള ഒരു അറ്റാക്ക്. രണ്ടാമത്തെ കാര്യം അതുപോലെ തന്നെ നമ്മുടെ ഫെഡറലിസം എന്നുള്ള നമ്മുടെ ഭരണഘടനയിലുള്ള ഒരു ശക്തിക്കെതിരെയുള്ള ഒരു അറ്റാക്കാണ്. അതിൽ സെക്യുലറിസത്തിനെ കുറിച്ച് അറ്റാക്കിനെ കുറിച്ച് ശക്തമായ ഒരു ചർച്ച നടന്നു കഴിഞ്ഞു. ഞാൻ കേരള കോണ്ടെക്സ്റ്റിൽ ഈ ഫെഡറലിസത്തിൻ്റെ അറ്റാക്കിനെ കുറിച്ച് സംസാരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഞാനും നിങ്ങളും മൈനോറിറ്റിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം പെട്ടെന്ന് എൻ്റെ പേരും ഒരുപക്ഷെ എൻ്റെ ജാതിയും മതമൊക്കെ അറിയാവുന്ന ആളുകൾ ഞാനെങ്ങനെ മൈനോറിറ്റിയാണെന്ന് ആലോചിക്കും. ഞാൻ പറയുന്നത്, മോദി സർക്കാർ വന്നതിന് ശേഷം കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഞാനും നിങ്ങളും, പ്രത്യേകിച്ച് ഈ ദക്ഷിണേന്ത്യയിലുള്ള ആളുകളൊക്കെ ഒരു ടെറിട്ടോറിയൽ മൈനോറിറ്റിയായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്.
സെക്യുലർ ഫാബ്രിക്കിനെ ഉടച്ചു വാർത്തുകൊണ്ട് ഇവിടെ ഒരു മെജോറിറ്റി വേഴ്സസ് മൈനോറിറ്റി ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഫെഡറലിസത്തിൻ്റെ ആസ്പെക്റ്റുകളെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു ടെറിട്ടോറിയൽ മെജോറിറ്റിയും ഒരു ടെറിട്ടോറിയൽ മൈനോറിറ്റിയും ഉണ്ടാക്കുവാനുള്ള ഒരു ശ്രമമാണ് ഇന്ന് BJP സർക്കാർ ഉണ്ടാക്കുന്നത്. ഇത്തരത്തിൽ ഫെഡറലിസം ഉപയോഗിച്ചുകൊണ്ട് ഒരു മെജോറിറ്റേറിയനിസത്തിനെതിരെയുള്ള വലിയ ചർച്ചകൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിക്കുമോ? ഇങ്ങനൊരു കാലം വന്നാൽ എന്ത് ചെയ്യുമെന്നുള്ള ചില പേടിപ്പെടുത്തലുകൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിബേറ്റ്സിൽ ആളുകൾ ഉന്നയിച്ചിട്ടുണ്ട്. ആളുകൾ ഉന്നയിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് കേരളത്തിൽ നിന്നുള്ള, മലപ്പുറത്ത് നിന്നുള്ള, മുസ്ലിം ലീഗിൽ നിന്നുള്ള ആളുകൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഡിബേറ്റ്സിൽ ഈ വിഷയം ഉന്നയിച്ചു എന്നുള്ളത് ഞാൻ അഭിമാനത്തോടെ ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പറയുകയാണ്. ഞാൻ രേഖകൾ എടുത്തപ്പം എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ്. ശ്രീ പോക്കർ സാഹിബ് ബഹദൂർ 952-957 ലീഗിൻ്റെ മലപ്പുറത്തു നിന്നുള്ള MP ആയിരുന്നു, പിന്നെ മഞ്ചേരിയിൽ നിന്നുള്ള MP ആയിരുന്നു. അദ്ദേഹം മദ്രാസ് സഭയിലെ അംഗമായിരുന്നു. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഡിബേറ്റ്സിൻ്റെ സമയത്ത് ശ്രീ പോക്കർ സാഹിബ് ബഹദൂർ പറഞ്ഞ ചില വാക്കുകളുണ്ട്. മിസ്റ്റർ വൈസ് പ്രസിഡന്റ്, this clause as it stands is sure to convert the federation into an entirely unitary form of government. This is a matter of grave importance. Since we have been going on under the idea, and it is professed that the character of the constitution which we are framing is a federal one, I submit, if this article, which gives even executive powers with reference to the subjects in the concurrent list to the central government, then there will be no justification at calling this constitution a federal one. എന്ന് വെച്ചാൽ യൂണിയൻ ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റും ഉണ്ടാക്കുമ്പോൾ ആ കൺകറന്റ് ലിസ്റ്റിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് കൂടുതൽ ശക്തികൾ ഉണ്ടാകുന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നമ്മൾ ഈ ഫെഡറലിസത്തിൻ്റെ പേരിൽ ഭരണഘടനയിൽ കൊണ്ടുവരികയാണെങ്കിൽ നാളെ ഒരു കാലത്ത്, പിൽക്കാലത്ത് അത് യൂണിയൻ ഗവൺമെൻറ്റിന് ഈ തരത്തിലുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ തകർക്കാനുള്ളൊരു അവസരം നൽകുമെന്ന് നമ്മുടെ MP ആയിരുന്ന, നമുക്ക് വേണ്ടി വാദിച്ച ശ്രീ പോക്കർ സാഹിബ് ബഹദൂർ പറഞ്ഞിട്ടുണ്ട്. തീർന്നിട്ടില്ല. അവസാനം അദ്ദേഹം പറയുന്ന 2 വാക്കുകളാണ് ഏറ്റവും കൂടുതൽ എന്നെ അതിനകത്ത് എഫക്റ്റ് ചെയ്തത്. അദ്ദേഹം പറയുന്നത്, ഇത്തരത്തിൽ ഒരു കൺകറന്റ് ലിസ്റ്റിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് ശക്തി കൂടുതലാകുകയാണെങ്കിൽ the result will be that if any person is aggrieved by the way in which the law is executed in a very remote part of the country, he has to resort to the center, which may be thousands of miles away, and it is not all people that can fly from one part of the country to the other in a few hours. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ നാട്ടിലുള്ള മലപ്പുറത്തും അരീക്കോടും ഇവിടെയൊക്കെയുള്ള സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ആളുകൾക്ക് 10,000 കിലോമീറ്റർ ദൂരെയുള്ള സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൈകളിലുള്ള തീരുമാനപ്രകാരം അവരുടെ നീതി നിഷേധങ്ങൾക്കെതിരെ പോരാടേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഇന്നിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഫെഡറലിസത്തിൻ്റെ അറ്റാക്കിന് ഞാൻ സമയമെടുക്കുന്നില്ല, പറയുന്ന 3 കാര്യങ്ങൾ ഇത്തരത്തിലേക്കുള്ള ഒരു ദിശയിലേക്ക് തന്നെ കൊണ്ടുപോകുന്നുള്ള ഭീതിയാണ് നമുക്കുള്ളത്. ഞാൻ സമയപരിമിതി പോലും കൂടുതൽ കാര്യങ്ങളിൽ കടക്കുന്നില്ല. ഒരു കാര്യം, എങ്ങനെയാണ് ഫെഡറലിസത്തെ അറ്റാക്ക് ചെയ്യുന്നത്? ഇപ്പം നമ്മൾ അറ്റാക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സാമ്പത്തികമായി നമ്മൾ അറ്റാക്ക് ചെയ്യണം. ഞാനീ പറയുന്ന സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളെ, അവർക്കെതിരെ നിൽക്കുന്ന ആളുകളെ ഒരു ടെറിട്ടോറിയലായിട്ട് നമ്മളെ ഒരു മൈനോറിറ്റി ആക്കണമെങ്കിൽ ചെയ്യേണ്ടത് നമ്മുടെ കയ്യിൽ നമുക്ക് നിയമപരമായി ലഭിച്ചിരിക്കുന്ന ഭരണഘടന നൽകുന്ന ശക്തികളിൽ നിന്ന് നമ്മുടെ ശക്തികൾ കുറയ്ക്കണം. അതിന് ചെയ്യുന്നത് എന്താണ്? ഡെവല്യൂഷൻ ഓഫ് ടാക്സുകളുടെ ഡെവല്യൂഷനിൽ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് കേരളം അടക്കം, നമ്മുടെ ആരോഗ്യം നന്നായി, വിദ്യാഭ്യാസം നൽകായി, നമ്മുടെ TFR കൺട്രോൾ ചെയ്തു, നമ്മുടെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്തു. അതുകൊണ്ട് അതിൻ്റെ ഗുണങ്ങൾ ലഭിക്കുന്നതിന് പകരം ആ മാനദണ്ഡങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ലഭിക്കേണ്ട ടാക്സിൻ്റെ എമൗണ്ട് കുറയ്ക്കുകയാണ്. എന്നുമാത്രമല്ല, ഡെവല്യൂഷൻ ഓഫ് ടാക്സിൽ എന്ത് ടാക്സ് വന്നാലും അത് എല്ലാ സംസ്ഥാനങ്ങൾക്കും 40% കൊടുക്കണം എന്ന് ഫിനാൻസ് കമ്മീഷൻ പറയുമ്പോൾ ആ പൂളിലേക്ക് പണം വരാതിരിക്കാൻ വേണ്ടി ഭരണഘടനയിൽ ലിഖിതമായി പറയാത്ത സർചാർജുകളും സെസ്സുകളും കൊണ്ടുവരികയാണ്. ഇപ്പോൾ സർചാർജും സെസ്സും കൊണ്ടുവന്നാൽ അത് മുഴുവൻ കേന്ദ്രത്തിനെടുക്കാം. നമ്മൾ ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില മാറുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ 20 രൂപ 25 രൂപയാകുന്ന സർചാർജിനും സെസ്സിലുമാണ്.
അതിലെന്ത് വർധനവ് വന്നാലും അത് കേന്ദ്രത്തിന് കിട്ടും, സ്റ്റേറ്റുകൾക്ക് നക്കാപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്ന് ഈ ഡെവല്യൂഷൻ ഓഫ് ടാക്സും 15ാം ഫിനാൻസ് കമ്മീഷനും 16 ഫിനാൻസ് കമ്മീഷനിലൂടെ സംസ്ഥാനങ്ങൾക്ക്, ഇപ്പോൾ കേരളം പോലത്തെ സംസ്ഥാനങ്ങളുടെ ആവശ്യങ്ങൾ വേറെയാണ്. നമുക്കിന്ന് സെക്കൻഡ് വേവ് ഓഫ് ഇഷ്യൂസാണ് ആരോഗ്യത്തിൽ, വിദ്യാഭ്യാസത്തിൽ. അതൊന്നും നടപ്പിലാക്കാൻ പൈസ വേണം. അതിന് പൈസ കൊടുക്കാതെ പോപ്പുലേഷൻ്റെ പാരാമീറ്റേഴ്സ് പറഞ്ഞുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ്, യൂണിയൻ ഗവൺമെൻറ് നമ്മളെപ്പോലത്തെ സംസ്ഥാനങ്ങളെ ഞെരുക്കുമ്പോൾ ആ ഞെരുക്കുന്നതിൻ്റെ ലക്ഷ്യം, ആ ഞെരുക്കുന്നതിലൂടെ നമ്മുടെ ശക്തി കുറയും. സാമ്പത്തികമായി ഞെരുക്കുകയാണ്. അവനെ സാമ്പത്തികമായി ഞെരിച്ചാൽ എനിക്കെതിരെ നിൽക്കുന്ന ഈ സംസ്ഥാനങ്ങൾ മുന്നോട്ട് പോകില്ല. അതിങ്ങനെ പിടിച്ച് ഞെരുക്കിക്കൊണ്ടിരിക്കുക. അതാണ് ആ ഫെഡറലിസത്തിൻ്റെ ഒരു ലക്ഷ്യം. രണ്ടാമത്തെ രീതി ചെയ്യുന്നത് നമ്മൾ ഭയപ്പെടുന്ന ഡീലിമിറ്റേഷനിലൂടെയാണ്. ഇപ്പം അറിയാം, സെൻസസ് അനുസരിച്ച് സീറ്റുകളുടെ എണ്ണം മാറും. നമ്മൾ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 400 സീറ്റായിരുന്നു 50-ൽ, പിന്നെ 55-ലുണ്ടായി, പിന്നെ 70-ലുണ്ടായി, ഇപ്പോൾ 543 സീറ്റിൽ ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവർ സെൻസസ് നടത്തി പറയുന്ന കാര്യം, സെൻസസിലും ഒരു മെയിൻ പോയിന്റ് എന്ന് വെച്ചാൽ പോപ്പുലേഷനാണ്. നാളെ പോപ്പുലേഷൻ ഉത്തർപ്രദേശിൽ മറ്റടക്കമുള്ള സ്ഥലങ്ങളിൽ കൂടിയെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ സീറ്റുകൾ 85-ൽ നിന്ന് 140, 150 ആകുമ്പോൾ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ സീറ്റുകൾ 20-ലും 21-ലും നിൽക്കും. അപ്പോൾ നമ്മുടെ പാർലമെൻറ്റ് 543-ൽ നിന്ന് നാളെ ഒരു പക്ഷേ 880 സീറ്റാണ് അവിടെ ഉള്ളത്. 880 ആകുമ്പോൾ അതിൽ BJPക്ക് താല്പര്യമുള്ള UPയും അടക്കമുള്ള സ്ഥലങ്ങളുടെ സീറ്റ് എല്ലാം കൂടെ ചേരുമ്പോൾ ഒരു 5 സംസ്ഥാനങ്ങളുടെ സീറ്റ് ചേരുമ്പോൾ തന്നെ ഒരുപക്ഷെ 500 ആവും. അപ്പോൾ ഇവർക്കെതിരെ നിൽക്കുന്ന സവധാനി സാഹിബ് അടക്കമുള്ള, കുഞ്ഞാലിക്കുട്ടി സാഹിബ് അല്ലെങ്കിൽ ET അടക്കമുള്ള, രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകളുടെ എണ്ണം കുറയുകയാണ്. അപ്പോൾ അവരുടെ ആളുകൾ എണ്ണം കൂടുമ്പോൾ കൂവി തോപ്പിക്കാൻ, വഴക്കുണ്ടാക്കി തോപ്പിക്കാൻ നമ്മുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ള ഒരു ഞെരുക്കൽ, ഇതൊക്കെ ഒരു ലോങ് സ്റ്റാൻഡിങ് ഗെയിമാണ്. സാമ്പത്തികമായി ഡെവല്യൂഷൻ ഓഫ് ടാക്സിൽ നമ്മുടെ പൂള് കുറച്ചുകൊണ്ട് ഞെരുക്കുക, നമ്മുടെ റെപ്രസെൻറ്റേഷനിൽ നമ്മുടെ എണ്ണം കുറയ്ക്കുക. അതുപോലെ തന്നെ മൂന്നാമത്തെ കുറയ്ക്കുന്ന ലക്ഷ്യമാണ് ഈ ഗവർണർ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഗവർണർ എന്ന് പറഞ്ഞാൽ വളരെയധികം റെസ്പെക്റ്റഡ് ആയിട്ടുള്ള പോസ്റ്റിനെ പൊളിറ്റിക്കലായി ഉപയോഗിച്ചുകൊണ്ട് എപ്പോഴും സെൻറ്ററും സ്റ്റേറ്റും തമ്മിലുള്ള ഒരു സ്പർദ്ധ. 13 ബില്ലുകൾ, അത് വിദ്യാഭ്യാസവും ആരോഗ്യവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ബില്ലുകളാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു സംസ്ഥാനത്തിൻ്റെ കണ്ണിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വയലേഷൻസ് നടക്കുന്നത് സെക്യുലർ ഫാബ്രിക്കിനെ തകർക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഫെഡറലിസത്തിൻ്റെ ഫാബ്രിക്കിനെ തകർക്കുക എന്നുള്ളതാണ്. അത് തകർത്താൽ അവർ കിട്ടുന്ന ഗുണം ഈ പറഞ്ഞ പോലെ സാമ്പത്തികമായി ഞെരുക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണം അവർക്കുണ്ട്, റെപ്രസെൻറ്റേഷൻ്റെ എണ്ണം കുറയ്ക്കുമ്പോൾ അതിൻ്റെ ഗുണം അവർക്കുണ്ട്. പിന്നീട് ഗവർണർ എന്ന് പറഞ്ഞ ഒരു പദവി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നമ്മുടെ നിയമങ്ങൾക്ക് പോലും കടിഞ്ഞാടാനുള്ള ഒരു ശക്തി അവർക്ക് ഉണ്ടാകുന്നുണ്ട്. ഇതിനെതിരെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അതൊരു വളരെ ഒരു ഈ സെക്യുലർ വിഷയങ്ങളിലുള്ള അവരുടെ ഒരു മുന്നിൽ നിൽക്കുന്ന ഈ പറഞ്ഞ അന്ധഭക്തന്മാരുടെ പ്രോജക്റ്റാണെങ്കിൽ, ഞാനീ പറഞ്ഞ ഫെഡറലിസ്റ്റിനെതിരെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ഒരു തിങ്ക് ടാങ്കിൻ്റെ പ്രോജക്റ്റാണ്. വളരെ വിസിബിളായിട്ടുള്ള ബാഹ്യമോടിയിൽ നിൽക്കുന്ന അവരുടെ പ്രവർത്തകരോടൊപ്പം വളരെ ശക്തമായി ഇതിനു വേണ്ടി നിയോഗിക്കപ്പെട്ട ആളുകളൊക്കെയുണ്ട്, ലഘൂകരിക്കുന്ന ആളുകളുണ്ട്. ഇപ്പം ഇന്ന് വന്ന ഒരു വാർത്ത, നമ്മുടെ പഴയ, അതുപോലെ പറഞ്ഞാൽ നിർത്താം, നമ്മുടെ പഴയ DGP ജേക്കബ് തോമസ്, അന്ന് അദ്ദേഹം നമ്മുടെ UDF സർക്കാർ സമയത്താണ് പുള്ളി ഏറ്റവും കൂടുതൽ മീഡിയ മൈലേജൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ അദ്ദേഹം BJPയുടെ ഇരിങ്ങാലക്കുടയിലെ കാൻഡിഡേറ്റായി. അദ്ദേഹം ഇന്ന് എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ല, ഇന്നൊരു അദ്ദേഹം ഒരു പ്രസ് റിലീസ് വിട്ടു. ജേക്കബ് തോമസ് ഞാൻ ഫുൾ ടൈം RSS പ്രവർത്തകനാകാൻ പോവാന്ന് അദ്ദേഹം പറഞ്ഞു. അതൊരു നിഷ്കളങ്കമായിട്ടുള്ള കാര്യമില്ല, അതൊരു നോർമലൈസേഷനാണ്. ക്രിസ്ത്യാനിയായിട്ടുള്ള ജേക്കബ് തോമസിനും ഫുൾ ടൈം പ്രവർത്തകനാകാൻ കഴിയുമോ എന്നുള്ളൊരു നോർമലൈസേഷനാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഒരു വലിയ ദർ ഇസ് എ ബിഗർ മെഷീനറി അറ്റ് വർക്ക്. അതിനെയാണ് നമ്മൾ തടയേണ്ടത്. അതിനെ തടയുവാനുള്ള കൂടുതൽ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ ഇവിടെയും കേന്ദ്രത്തിലുമൊക്കെ നമുക്ക് വേണം. അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത്, നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ശക്തിയും പാഠവും ഊർജവും അതുപോലെ തന്നെ ഇൻ്റലക്റ്റും ചർച്ചകളും നമുക്ക് വേണം. അത്തരത്തിലുള്ള ചർച്ചകൾ നടത്തി നമുക്ക് ഓരോ ആളുകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് സംഘടിപ്പിച്ച പ്രിയപ്പെട്ട ശ്രീ സുബൈറിനും ശ്രീ ഡോക്ടർ MK മുനീറിനും, അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ ചെറിയ പ്രശ്നങ്ങൾ, എന്നാലും ഈ സമയം കൃത്യമായി തന്നെ ഇതൊക്കെ അദ്ദേഹം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് കോഴിക്കോട് നിന്ന് അറിയാൻ കഴിഞ്ഞു. എന്തായാലും കൂടുതൽ നല്ല പരിവർത്തനങ്ങളുമായി CH
മുഹമ്മദ് കോയ, ചെയർ ഫോർ സ്റ്റഡീസ് ആൻഡ് ഡെവലപ്മെൻറ്റ് സൊസൈറ്റീസിന് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നെ വിളിച്ചുള്ള നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.